I love you, Dad. I miss you, Dad. ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ നാട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. നാട്ടിൽ വന്ന തിരക്കൊണ്ടും മാത്രമല്ല ഒരു ഡിപ്രസീവ് മൈൻഡും മൂഡും ഒക്കെ കൂടിയായിട്ട് എനിക്ക് ഈ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഒരാഴ്ച ആവാനായി തുടങ്ങി. നാട്ടിൽ വന്നാൽ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും ഒരു കണ്ടൻറ്റും ഉണ്ടാവില്ല, ഒരു മൂഡും ഉണ്ടാവില്ല കേട്ടോ. എനിക്കെല്ലാത്തിനും സപ്പോർട്ടായി എൻ്റെ കൂടെ നിൽക്കാറ് ഫവൽക്കയാണ്. ഫവൽക്ക ഇല്ലാത്തത് എനിക്കെല്ലാ കാര്യത്തിലും ഭയങ്കര ഇതാണ് കേട്ടോ. ഫവൽക്കാണെങ്കിൽ എനിക്ക് എൻ്റെ എല്ലാ കാര്യവും കൂടെ നിന്ന് ചെയ്തുതരും. നെസ്റ്റോനോട് ബൈ ബൈ പറഞ്ഞിട്ടാട്ടോ നമ്മൾ യാത്ര തിരിച്ചത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക നെസ്റ്റോ തന്നെയാണ്. കൂടുതലും നമ്മൾ പർച്ചേസിങ്ങിനും ഒക്കെ പോവുക നെസ്റ്റോയിലാട്ടോ. അതുകൊണ്ട് തന്നെ അതിനോട് ബൈ ബൈ പറഞ്ഞ സങ്കടത്തോടെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നതൊക്കെ. പിള്ളേർക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിലും, ഇവിടെ എന്ന് വെച്ചാൽ ഒമാനിൽ നിൽക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിലും നാട്ടിലേക്ക് എത്തുന്നതും അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് മുറ്റത്തിറങ്ങി കളിക്കാനും ഒക്കെ നാട്ടിൽ തന്നെയാണല്ലോ പറ്റുക. പക്ഷെ പപ്പാനെ വിട്ടു പോകുന്നത് അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള പോലെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ചെറിയ സങ്കടമുണ്ട്, അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തവണ എനിക്ക് എല്ലാ പ്രാവശ്യം പോയാലും വിഷമം കൂടുതലായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും നാട്ടിലേക്കല്ലേ വീട്ടിലേക്കല്ലേ ഉപ്പാനുമ്മാനും കാണാമല്ലോ അങ്ങനെയൊക്കെയുള്ള സന്തോഷം ഉണ്ടാവലുണ്ട് കേട്ടോ. പക്ഷെ ഇത്തവണ എനിക്ക് അറിയില്ല, എനിക്ക് നാട്ടിലേക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ടായില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തു വയ്ക്കുന്നത് വെച്ചാൽ ഞാൻ ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ പോകുമ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എടുത്തു വയ്ക്കിട്ടോ. ആരും എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലും ഞാനിത് കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കൂട്ടാ നമ്മൾ ട്രാവൽ ചെയ്തതൊക്കെ. I love you, Dad. I miss you, Dad. Bye bye, Dad. I love you, Dad. I love you, Dad. I miss you. Bye. Akrilile. Any baggage found unattended will be removed and detained. Thank you. ഇപ്പം എനിക്ക് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സങ്കടം വരുന്നുണ്ടെങ്കിലും കുറേ നാൾ കഴിഞ്ഞത് കാണുമ്പോൾ നമ്മളൊരു മെമ്മറി ആട്ടെ. നമ്മൾ ഓരോ യാത്രകളും ഈ യൂട്യൂബിലത് നമുക്ക് നമ്മളെ വീഡിയോസ് ഡിലീറ്റായി പോകണമല്ലോ, യൂട്യൂബിലത് ഡിലീറ്റായി പോകുന്നില്ല, അവിടെ അങ്ങനെ കെടുക്കൂട്ടാം. വ്യൂ ഇല്ലെങ്കിലും മക്കൾക്കായാലും ഇതൊക്കെ കാണാമല്ലോ, അവരുടെ ഓരോ യാത്രയിൽ പോകുന്നതും വരുന്നതും ഒക്കെ കാണാം. ഒരു മൂടില്ലാണ്ട് എയർപോർട്ടിലൂടെ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഫോണിങ്ങനെ തൂക്കിയിട്ട് വീഡിയോ എടുക്കണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ നടന്നു വരുമ്പോഴാട്ടാ ഫവൽക്ക പറയുന്നത് നിൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിരുന്നത്. ഒമാനിൽ വന്ന ടൈമിൽ എൻ്റെ നെക്സ്റ്റ് റൂമിലുണ്ടായിരുന്ന ആൾക്കാരാട്ടോ അവർ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് ഭയങ്കര ഞങ്ങൾ നല്ല സ്നേഹമായിരുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇപ്പോൾ അവർ ഒമാനിലുണ്ടെങ്കിലും അവർ ഓരോരോ ദിക്കിലുണ്ട്, എനിക്കങ്ങനെ കാണാൻ പറ്റില്ലൊന്നുമില്ല. ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് പരിചയം പുതുക്കാറുണ്ടെന്നല്ലാണ്ട് അവരെ കാണലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവരെ കണ്ടപ്പോൾ കുറേ സങ്കടങ്ങൾ പോയിട്ട് ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് ജാസിറാണ് കേട്ടോ താമസിച്ചത്. അവളോട് ഞാൻ പറയാത്തതായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ അവളോട് കുറേ കഥകൾ പറഞ്ഞ് നിന്ന് ഈ ടൈം പോയതറിഞ്ഞില്ല. ആക്സിഡന്റ് ഉണ്ടോ? Aku
അഖിലു ഹായ് പറഞ്ഞു. എൻ്റെ കൂടെ അവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽക്ക്. അതിൽ നൂറും അവളുടെ ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു നാട്ടിൽക്ക്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഞാൻ സമാധാനപ്പെട്ടു കേട്ടോ. എനിക്ക് കരച്ചിലൊക്കെ ഒതുങ്ങി. പക്ഷേ എമിഗ്രേഷൻ്റെ ടൈം എത്തിയപ്പോൾ പെട്ടെന്ന് പവൽക്കടത്തില്ലാണ്ടായപ്പോൾ അവിടെ വെച്ച് എനിക്ക് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരഞ്ഞു പോയിട്ട് ഞാൻ. അപ്പോൾ ഒമാനിപ്പെട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും കരയുന്നതെന്നൊക്കെ അറിയാം. ഞാൻ രണ്ടാമത് തിരിച്ചു പോയി. എമിഗ്രേഷനിൽ നിന്ന് അങ്ങനെ തിരിച്ചു പോകാൻ പാടില്ല. ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിട്ടാണ്. പക്ഷെ അവിടെ ഫവൽക്കപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അങ്ങനെ മറ്റവരുണ്ടായാലും വീണ്ടും അവരൊക്കെ ആയിട്ട് സംസാരിച്ച് വീണ്ടും ഫ്ലൈറ്റിൽ കയറി നമ്മൾ. അങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തി തുടങ്ങുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഇത്. നമ്മൾ ഒമാൻ വിട്ട് പോവാണ് എന്നറിയുമ്പോൾ ഈ സത്യത്തിൽ നമ്മൾ ഈ പെണ്ണുങ്ങൾക്കായിരിക്കില്ല ഇങ്ങനെ ഒരു ഫീലിങ്. ആണുങ്ങൾ അപ്പോൾ നമ്മളെ ഹസ്ബൻഡ്സ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് പൊന്തുമ്പോഴായിരിക്കും സന്തോഷം ഉണ്ടാവുക. നമുക്ക് നേരെ തിരിച്ചായിരിക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ അയ്യോ നമ്മൾ ഇവിടെ നിന്ന് പോവാണല്ലോ എന്ന് കാണുമ്പോൾ ചങ്ക് പൊട്ടുന്ന വേദന കേട്ടോ. അയ്യോ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇല്ല, ഇവിടെ നിന്ന് പോവാണ്, ഇനി എന്നാണ് എന്നൊക്കെ ഉള്ളൊരു ഓർമ്മ വരും കേട്ടോ. അപ്പോൾ പാതിരാത്രി ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കയറിയതും ഫൈഹാക്കിൽ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് മടിയിൽ കിടന്നിട്ടോ. അവർക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ, ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട്. നേരം വെളുത്ത് തുടങ്ങുമ്പോഴുള്ള ആകാശത്തിലെ വ്യൂ ആണ്. നല്ല പഞ്ഞിക്കെട്ട് പോലെ, സോഫാക്കെട്ട് പോലെ ഇരിക്കുന്നുണ്ട്. എന്ത് രസമല്ല ശരിക്കും കോട്ടൺ ഇങ്ങനെ വെച്ചിട്ടുള്ള പോലെ അല്ലേ, സൂര്യനാദിയിൽ നിന്ന് ഇങ്ങനെ ഉദിച്ച് വരുന്നൊരു വ്യൂ ആണ് ഇട്ടത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെളിച്ചാണ്. പെട്ടെന്ന് പാതിരാത്രി ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല കേട്ടോ ആ കാഴ്ച കാണുമ്പോൾ. അങ്ങനെ പതുക്കെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് തുടങ്ങിയിട്ടാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഏതൊരാൾക്കും സന്തോഷം തോന്നും. എന്തെന്നായാലും നമ്മുടെ നാടാണല്ലോ നമുക്ക് വലുത്. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം അത്രയും ചൂടത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ട് മതിയാവണില്ല. കാരണം ഈ ഒരു ഭംഗി ആസ്വദിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരു രസമാണല്ലേ. ഞാൻ പ്രത്യേകിച്ചോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇടക്കിടക്ക് ഇങ്ങനെ ഈ ഗ്ലാസ് തുറന്ന് നോക്കും എത്താറായോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൊത്തം ഞാനിങ്ങനെ വീഡിയോ എടുത്ത്, കാരണം മിസ്സാക്കാൻ തോന്നൂല കേട്ടോ. നമ്മൾ ലാൻഡിങ് ആണല്ലോ, എത്തി താഴുന്ന. കാരണം നമ്മൾ കുറച്ച് താഴും തോറും ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ വലിപ്പം കൂടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതൊക്കെ ഏതാണ്, ഈ ഒരു കായലൊക്കെ കാണുന്നത് ഇതൊക്കെ ഏതാണെന്ന് ഇങ്ങനെ വിചാരിക്കും കേട്ടോ. കണ്ട കുറച്ചും കൂടി താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും ആ ബിൽഡിങ് ചെറിയ ഉറുമരിക്കിനെ പോലത്തെ ബിൽഡിങ് ശരിക്കും വീടായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായത് എന്താ വെച്ചാൽ ഫൈഹ ആകെ വൊമിറ്റ് ചെയ്ത് ആകെ സീനാക്കിയിട്ടാണ്. പിന്നെ എനിക്ക് ഫോൺ എടുക്കലും വീഡിയോ എടുക്കലൊന്നും എനിക്ക് പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. മോള് സന്തോഷത്തിൽ വന്നിറങ്ങിയതായിരുന്നു. പക്ഷെ ലാൻഡ് ചെയ്തതോട് കൂടിയിട്ട് അവൾ ഛർദ്ദിച്ച് ആകെ അവശയായി. അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നായി. കുട്ടികൾ ആകെ തളർന്ന്. അപ്പോൾ നമുക്ക് ആ ഫോൺ എനിക്കെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമുക്കൊന്നും കൂടി സങ്കടം വരുന്നു എന്നല്ലാതെ. അപ്പം നാട്ടിലെത്തിയിട്ട് വീട്ടിലാകെ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. സാധാരണ നാട്ടിൽ വന്നാൽ ഒരു എൻ്റെ ഉപ്പാനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും, ഉപ്പ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, അതൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. പക്ഷേ അവർ വരുന്ന ടൈമിലൊക്കെ ഇവൾ ഛർദ്ദിച്ച് അവശയായി നിൽക്കണം കേട്ടോ. അവിടുത്തെ വേസ്റ്റ് ബോക്സിലൊക്കെ ഇവൾ ഛർദ്ദിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇവർ വരുന്നതും ഞങ്ങൾ വണ്ടിയിൽ കയറുന്നതും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ചു. പിന്നെ വീട്ടിലെത്തി സമാധാനമായി അവൾക്കൊരു ഉഷാറൊക്കെ ആയപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തത്. വീട്ടിലാണെങ്കിൽ ആകെ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.